ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രേഖയെ പേടിപ്പിച്ച് അടുക്കളയിൽ കയറി രഞ്ജു ചായയൊക്കെ ഉണ്ടാക്കി ആ ചായ ആയിട്ട് ദേ വരുന്നു. അപ്പോൾ നമ്മുടെ രേഖ ഇതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുക പേടിച്ച്. അപ്പോൾ ആ ചായയുമായിട്ട് നേരെ റൂമിലേക്ക് കയറി പോകുവാണ് രഞ്ജു. അപ്പോൾ രഞ്ജു മുറിയിലേക്ക് കയറി പോകുന്നത് കണ്ടു നിന്നിട്ട് ഇവളെന്തായിരിക്കും അവിടെ പോയി പറയാൻ പോകണം, അതെങ്ങനെ അറിയും എന്നൊക്കെ രേഖ ചിന്തിക്കും. എന്നിട്ട് രേഖ അവരുടെ റൂമിൽ പോയി നോക്കിയാലോ എന്ന് ചിന്തിക്കണം. അതൊക്കെ മോശമാണ്. എന്നാലും കാര്യം എന്താണെന്ന് അറിയാനായിട്ട് ഇപ്പോൾ ഒളിഞ്ഞു നോട്ടത്തിൽ കാഞ്ചനയുടെ നിലവാരത്തിൽ എത്തിയേ പറ്റൂ എന്നും പറഞ്ഞ് നേരെ മുറിയിലേക്ക് വെച്ച് പിടിക്കുക, ഇല്ലെങ്കിൽ സ്വസ്ഥത കിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ രഞ്ജു ഗോവിന്ദൻ്റെ മുറിയിലേക്ക് ചെന്നു. അങ്ങനത്തെ ചെന്ന് നോക്കുന്നു നമ്മുടെ രേഖ. അപ്പോൾ രഞ്ജു ഗോവിന്ദൻ്റെ അടുത്തിരിക്കുന്നതാണ് കാണുന്നത്. അടുത്താണല്ലോ കയറി ഇരിക്കുന്നത്. എന്തായിരിക്കും ഇവർ പറയുന്നത്? ഈ സമയം ഇന്ന് കമ്പനിയിൽ വെച്ച് അക്കൗണ്ട്സിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഗോവിന്ദൻ എന്നോട് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു രഞ്ജു. നീ എന്തെങ്കിലും ജോലിയിൽ ഇൻവോൾവ് ആകാൻ വേണ്ടി ഞാൻ അങ്ങനെ പറഞ്ഞത്, നിർബന്ധമൊന്നും ഇല്ല എന്ന് പറഞ്ഞു ഗോവിന്ദൻ. അപ്പോൾ എന്നെ ഗോവിന്ദേട്ടൻ ഓഫീസിൽ തന്നെ തളച്ചിടാനാണ് തീരുമാനമെന്ന് ചോദിച്ചു. ഒരു ജോലിയുള്ളത് നല്ലതല്ലേ രഞ്ജു? അതെ, പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത് ഇഷ്ടപ്പെട്ട പുരുഷനോടൊപ്പം ഉള്ളൊരു കുടുംബജീവിതമാണെന്നുള്ള കാര്യം രഞ്ജു പറയണം. അത് ഗോവിന്ദേട്ടനും അറിയാവുന്ന കാര്യമല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഗോവിന്ദൻ ഇങ്ങനെ ചിരിക്കുക കേട്ടോ. രേഖയാണ് ഞെട്ടി നിൽക്കുക കേട്ടോ. എൻ്റെ ആഗ്രഹം ഗോവിന്ദേട്ടൻ സാധിച്ചു തരില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ തരും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ രേഖ ഞെട്ടി. കാരണം ഗോവിന്ദനാണെന്നാണല്ലോ രേഖ വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ അതിന് നീ എനിക്ക് കുറച്ചുകൂടി സാവകാശം തരണമെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഒരു ഉറപ്പ് കിട്ടിയാൽ മാത്രം മതി. ഇനി എത്ര കാലം വേണമെങ്കിലും ഇതിനു വേണ്ടി കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പോൾ പാവം ഗീതു, ഇവൾ കുടുംബം കലക്കാൻ അറിഞ്ഞിരിക്കുകയാണെന്നൊക്കെ അവിടെ നിന്ന് നമ്മുടെ രേഖ മനസ്സിൽ പറയാം. പിന്നെ ഗോവിന്ദേട്ട, AGM ഞാൻ ചില കുഴപ്പങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ആ ഫോണിലുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് കാണിച്ചു കൊടുക്കുക. അങ്ങനെ അതൊക്കെ എടുത്ത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗോവിന്ദൻ ഞെട്ടി. ഗീതുവിൻ്റെ രഹസ്യങ്ങളാണ് ഈ ചോർത്തി കൊടുത്തിരിക്കുന്നത്. ഇക്കാര്യത്തിൽ യഥാർത്ഥ പ്രതി ആരായിരുന്നാലും പിടിയിലാവണമെന്ന് രഞ്ജു പറയുന്നു. അപ്പോൾ വേണമെന്ന് ഗോവിന്ദനും. ഗീതുവും ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ട്. എന്നിട്ടും സ്വന്തം അനിയനെ സംരക്ഷിക്കാൻ വേണ്ടി മറച്ചു വെച്ചതാണെങ്കിൽ അതും കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞപ്പം ഗീതു അങ്ങനെ ആരെയും സംരക്ഷിക്കാൻ ശ്രമിക്കില്ല. AGM നന്നാകണമെന്ന് എന്നൊപ്പം ആഗ്രഹിക്കുന്ന ഒരേ ഒരാൾ ഗീതുവാണെന്ന് പറഞ്ഞു ഗോവിന്ദൻ. അതൊക്കെ ഈ എൻക്വയറി കഴിഞ്ഞിട്ട് തീരുമാനിച്ചാൽ മതി. പല മുഖമൂടികളും അഴിഞ്ഞു വീഴുമെന്ന് എനിക്ക് തോന്നുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ മോളെ ഗീതു, കാടടച്ചുള്ള വെടിവെക്കലാണെങ്കിൽ ഇവളുടെ യഥാർത്ഥ ഉന്നം നീ തന്നെയാണ്. നീ ഇത് എവിടെയാ എന്നൊക്കെ ഇങ്ങനെ ഗീതു ചിന്തിക്കാം. ഇതൊക്കെ എൻ്റെ ഫോണിലേക്ക് ഒന്ന് അയക്കാൻ പറഞ്ഞ് ഗോവിന്ദൻ രഞ്ജുവിനോട്. രഞ്ജു അതൊക്കെ ഫോണിലേക്ക് അയച്ചു കൊടുക്കുന്നു. അങ്ങനെ രഞ്ജു ജയിച്ച ആ ഒരു ഇതിൽ ഇങ്ങനെ നിൽക്കുവാണ്. പാവം ഗീതുവിന് കിട്ടിയ രഹസ്യങ്ങളൊക്കെയാണ് ചോർത്തി ഗോവിന്ദന് കൊടുത്ത് ആളായി നിൽക്കുന്നത് രഞ്ജു. പിന്നെ രേഖ അപ്പുറം മാറിപ്പോയി നിന്ന് ഗീതുവിനെ വിളിയോട് വിളിയാ, കിട്ടണില്ല. കുറേ നേരമായിട്ട് റിങ് ചെയ്യുന്നുണ്ട്, പക്ഷെ എടുക്കുന്നില്ല. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഗീതുവിൻ്റെ ഫോൺ അവിടെ കുത്തിയിട്ടിരിക്കുന്നു. അവർണികയുടെ നമ്പർ എൻ്റെ കയ്യിലില്ലല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഷിബുവിനെ വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞ് ഷിബുവിനെ വിളിക്കുന്നു. അതൊന്നും കിട്ടുന്നില്ല. രേഖ ആകെ ടെൻഷനായി. അതിനുശേഷം ഇനിയിപ്പോൾ എന്നെ ചെയ്യേണ്ടേ, പ്രിയെ വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് പ്രിയെ വിളിക്കുന്നു. പ്രിയ അപ്പോഴത്തേക്കും ഇറങ്ങി വന്ന് കോൾ എടുത്തു. രേഖയുടെ കോൾ കണ്ടപ്പോൾ വളരെ സന്തോഷമായിട്ടോ. രേഖച്ചി, എന്താ ഇപ്പോഴെങ്കിലും ഒന്ന് വിളിക്കാൻ തോന്നാനും ചോദിച്ചപ്പോൾ പ്രിയമോളെ, ഞാൻ വളരെ സീക്രട്ട് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണെന്ന് പറഞ്ഞു. അതിനുശേഷം ഇങ്ങനെ സംഭവിച്ച കാര്യങ്ങളെല്ലാം നമ്മുടെ പ്രിയയോട് പറയുവാണ് രേഖ. ഗോവിന്ദേട്ടനോട് അവൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും പ്രിയയ്ക്കും ടെൻഷനായിട്ടോ. വിനോദും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ വരുണിൻ്റെ കള്ളക്കളികളാണെന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ രേഖച്ചി, കുറച്ചു മുന്നേ ഗോവിന്ദേട്ടൻ വിനോദിനെ അങ്ങോട്ട് വരണമെന്നും പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ രേഖയും ഞെട്ടി. എന്തോ ഒരു ഗുരുതരമായ പ്രശ്നം തന്നെയാണ് മോളെ. അപ്പോൾ വിനോദ് ഉടനെ ഇവിടെ നിന്ന് ഇറങ്ങും, റെഡി ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് പ്രിയയും പറഞ്ഞു. നീ അവനെ ഒറ്റയ്ക്ക് വിടരുത്, ഒപ്പം മോളും കൂടി വരണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ടെൻഷനായി ഇവർക്കും. നീ ഉണ്ടെങ്കിൽ വിനോദിനെതിരെ കടുത്ത തീരുമാനങ്ങളൊന്നും ഗോവിന്ദേട്ടൻ എടുക്കില്ല എന്ന് പറഞ്ഞു. അഥവാ ഇനി രൂക്ഷമായ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ മോൾക്ക് ഗോവിന്ദേട്ടനെ ശാന്തനാക്കിയെടുക്കാനും പറ്റും എന്ന കാര്യവും പറഞ്ഞു. അപ്പോൾ ശരി ചേച്ചി, ഞാൻ വരാം, ഞാൻ വിനോദിൻ്റെ കൂടെ വന്നോളാം എന്ന് പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. നേരെ വിനോദിൻ്റെ അടുത്തേക്ക് പോകും. അപ്പോൾ വിനോദ് അപ്പോഴത്തേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ കമ്പനിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ വിനോദ് എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അറിവിലൊരു പ്രശ്നമില്ലെന്ന് വിനോദ്. പിന്നെന്തിനാണ് നിന്നോട് അത്യാവശ്യമായിട്ട് അറക്കിലോട്ട് ചെല്ലാൻ ഗോവിന്ദേട്ടൻ പറഞ്ഞത്? അത് അവിടെ ചെന്നാലല്ലേ അറിയാൻ പറ്റുമെന്ന് ചോദിച്ചു. എന്നാൽ ഒരു 10 മിനിറ്റ് നിൽക്കുക, നിൻ്റെ കൂടെ ഞാനും വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഇങ്ങനെ നോക്കി നിൽക്കുക വിനോദിനൊന്നും മനസ്സിലാവുന്നില്ല. പ്രിയ റെഡി ആവാനായിട്ട് അകത്തേക്ക് കയറിപ്പോയി. വിനോദ് ഇരുന്ന് ഇങ്ങനെ ടെൻഷൻ അടിച്ച് ആലോചിക്കുക, എന്താ പ്രശ്നം എന്നുള്ളൊരിതിൽ. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അവർണികയുടെ വീട്ടിൽ അമ്മയും പെങ്ങളും കൂടി, അതായത് കിച്ചുവിൻ്റെ അമ്മയും പെങ്ങളും കൂടി പണിയോട് പണിയാം.
അപ്പോൾ ശരിക്കും വൃത്തിയാക്കും മോളെ എന്ന് പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ എന്നെക്കൊണ്ട് ഇതൊക്കെയേ പറ്റുമെന്നും പറഞ്ഞുകൊണ്ട് ശ്രീജ അമ്മയോട് വഴക്കുണ്ടാക്കുന്നു. അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തേ നമ്മുടെ ഗീതു അങ്ങോട്ടേക്ക് കയറി വന്നു. ഗീതുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് ഇവരുടെ രണ്ടുപേരുടെയും മുഖമൊക്കെ അങ്ങ് വല്ലാണ്ട് ചമ്മി വിളറി ഇങ്ങനെ നിൽക്കുക, പേടിയുണ്ട് കേട്ടോ. ആ സമയം പിന്നാലെ നമ്മുടെ അവർണികയും കയറി വന്നു. ഗീതു കയറി വന്ന ഒരു ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ നിൽക്കുവാണല്ലോ. ഇവർ രണ്ടുപേരെയും കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ രണ്ടിൻ്റെയും കൂടെ ഉള്ള ജീവനങ്ങ് കത്തിപ്പോയി. ആ സമയത്ത് ഗീതു അവർണികയെ കൂട്ടി ഇവരുടെ അടുത്തേക്ക് വന്നു. അങ്ങനെ അവർ വന്നിരിക്കുന്നു. അപ്പോൾ ഇവരെയും വിളിച്ചിരുത്തി. എന്താ മോളെ, എന്താ കാര്യമെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഇവരുടെ രണ്ടുപേരുടെയും ഭാവമൊക്കെ മാറി. അവൻ എന്തെങ്കിലും പ്രശ്നം പിന്നെ ഉണ്ടാക്കിയോ അല്ല മോളെ, അല്ല സോറി മേഡം എന്ന് ഗീതുവിനോട് ചോദിക്കുന്നു. അപ്പോഴേക്കും അവർണികയെ ഗീതു ഇങ്ങനെ നോക്കി ഇവർ തമ്മിൽ പരസ്പരം നോക്കി ചിരിക്കുക. ഇത്തവണ വലിയ കുഴപ്പം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ഗീതു പറയാം. അപ്പോൾ അവർണിക ചിരിക്കുന്നു. ഞങ്ങളെ ഓർത്തെങ്കിലും മേഡം അവനോടൊന്ന് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നും പറഞ്ഞ് നമ്മുടെ ഗീതു ഇങ്ങനെ ഇരിക്കട്ടോ. അവർണിക ഇങ്ങനെ കള്ള ചിരിയായിട്ട് അവിടെ തന്നെ ഇരിക്കുന്നു. ഞാനല്ല, അവർണികയാണ് അവനോട് ക്ഷമിക്കേണ്ടതെന്ന് പറഞ്ഞു ഗീതു. അന്നേരം ഇവർക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇവരിങ്ങനെ പേടിച്ച് നിൽക്കുക. കിഷോറിനെ വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ ഏട്ടൻ ഓഫീസിൽ നിന്ന് വന്നിട്ടില്ലെന്ന് പറഞ്ഞു. ശ്രീജ പറഞ്ഞു. അവർണികയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ഗീതു ചോദിച്ചപ്പം ഇത്രയും ഒപ്പിച്ചു വെച്ചിട്ട് ഓഫീസിൽ പോയിരിക്കുന്നത് ശരിയല്ല. അപ്പോൾ എന്താ ചേച്ചി കുഴപ്പമെന്ന് ചോദിച്ചു ശ്രീജ. ഇത് ഇത്തിരി സീരിയസ് കാര്യമാണ്, ആദ്യം കിച്ചു വരട്ടെ എന്നിട്ട് പറയാം എന്ന് അവർണിക അവിടെ ഇരുന്ന് ഇങ്ങനെ പറയണു. ഇവർക്കാണെങ്കിൽ ടെൻഷനായി തുടങ്ങിയാണ്. എന്നെ ചങ്ക് പടപടാന്ന് ഇടിക്കാനും തുടങ്ങി. ഞാൻ അവനെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്ത് അവർണിക വിളിക്കുന്നു. കിച്ചു അപ്പോൾ ഡ്രൈവിലായിരുന്നു. അപ്പോൾ അവർണികയുടെ കോള് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വിളിക്കുന്നെന്നുള്ള ദേഷ്യത്തിൽ ഇങ്ങനെ ഇരിക്കുക. ഇഷ്ടപ്പെടുന്നില്ല വിളിക്കുന്നത്. എന്നിട്ട് ഭയങ്കര കലിപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ആ ഫോണും അങ്ങനെ പിടിച്ച് ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് വണ്ടി അങ്ങ് ഒതുക്കി നിർത്തിയിട്ട് ഇഷ്ടമില്ലാത്ത രീതിയിൽ മുഖഭാവമൊക്കെ കാണിച്ച് കോൾ എടുത്തു. ഹലോ കിച്ചു, ഇപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ അത്യാവശ്യമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, എന്താ വിളിച്ചതെന്ന് പറയാൻ പറഞ്ഞു. അപ്പോഴേക്കും അപർണികയുടെ ഭാവം അങ്ങ് മാറി. ഇവന് ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് മനസ്സിലായി. ആ സമയം അപർണിക ഇങ്ങനെ വല്ലാതിരിക്കുന്നു. ഇന്ന് നമ്മുടെ ലൈഫിൽ ഒരു സ്പെഷ്യൽ ഡേ ആണ് എന്ന് അപർണിക പറയുമ്പോൾ ഇവരിങ്ങനെ നോക്കുക കേട്ടോ. കിച്ചുവിനതൊന്നും വലിയ ദഹിക്കുന്നൊന്നുമില്ല. സ്പെഷ്യൽ ഡേയോ, എന്ത് സ്പെഷ്യലാണെന്ന് ചോദിച്ചു. അതൊക്കെ ഉണ്ട്, കിച്ചു ഇവിടെ വന്നിട്ട് അറിഞ്ഞാൽ മതി കേട്ടോ എന്നും പറഞ്ഞു. അതൊക്കെ കേട്ടപ്പോൾ അയ്യോ ഒന്നും പറഞ്ഞിട്ട് അമ്മയും മോളും കൂടി ഇങ്ങനെ നിന്ന് കാണിക്കുന്നു. ഗീതോടെ ഇരുന്ന് ചിരിക്കുന്നു. കളി പറഞ്ഞേക്കാൻ സമയമില്ല, ഞാൻ തിരക്കില്ല, വേറെ എന്തെങ്കിലും പറയാനുണ്ടോയെന്ന് ചോദിച്ചു. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്നും അതുകൊണ്ട് നീ നേരത്തെ വരണേന്നും അവർണിക കിച്ചുവിനോട് പറയണം. അവർണിക ഇങ്ങനെ സില്ലി മാറ്റേഴ്സ് പറയാനും ചോദിക്കാനും എന്നെ വിളിക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അവർണിക ആകെ വല്ലാതെയായി. ഫുഡ് കഴിച്ചോ, എപ്പോൾ വരും, എപ്പോൾ ഇറങ്ങും, ഇതൊന്നും കേൾക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല എന്നും പറഞ്ഞ് അവർണികയോട് ദേഷ്യപ്പെട്ടപ്പോൾ ഞാൻ കിച്ചുവിനോട് ഒരു കാര്യം പറയട്ടെ എന്ന് ചോദിച്ചു. ഫ്രീ ആകുമ്പോൾ ഞാൻ അങ്ങോട്ട് വിളിക്കാം, അതിന് മുൻപ് ഇങ്ങോട്ട് വിളിച്ച് ശല്യം ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ഇവർ ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അവർണിക്ക് ഭയങ്കരമായിട്ട് ഇൻസൾട്ടായത്. അവർണിക്ക് എന്നിട്ട് സങ്കടത്തോടു കൂടി അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുക. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് എഴുന്നേറ്റ് പോയപ്പോൾ ഗീത ചോദിച്ചു, എന്താ മോളെ, എന്താ കാര്യം എന്ന് ചോദിച്ചപ്പം ഞാൻ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം ആദ്യം അവനോട് പറയണമെന്നാണ് കരുതിയതെന്ന് പറഞ്ഞ് ഇവർ നിന്നിങ്ങനെ സംസാരിക്കുമ്പോഴേക്കും ശ്രീജയും അമ്മയും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും. ഇത്രയും നേരം പേടിച്ചില്ലേ, എന്താ കാര്യം എന്ന് ഉള്ള കാര്യം ചോദിക്കാനുള്ള മനസ്സ് പോലും അവൻ കാണിച്ചില്ല, ദുഷ്ടൻ എന്ന് പറഞ്ഞു. അപ്പം മോള് ഗർഭിണിയാണോ എന്ന് അമ്മ ഇങ്ങനെ സന്തോഷത്തോടു കൂടി ചോദിച്ചപ്പോഴേക്കും അവർണിക്ക് ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുക. അപ്പോൾ എന്ത് വിശേഷം ഉണ്ടെങ്കിലേ എന്താ അത് കേൾക്കാൻ നിൻ്റെ ഏട്ടനോ അമ്മയുടെ മോനോ സൗകര്യം ഇല്ലല്ലോ എന്ന് അവർണിക്ക് അന്നേരം പറഞ്ഞു. ഇവർ സന്തോഷം കൊണ്ട് തന്നെ ഇങ്ങനെ നിൽക്കും കേട്ടോ, വളരെ ഹാപ്പിയായി ഇവർ. അവൻ എന്നേക്കാൾ പ്രിയപ്പെട്ടത് വേറെ ചിലതൊക്കെയാണെന്നും കിച്ചുവിനിപ്പോൾ എന്നെ വേണ്ടെന്നും അതാണ് അതിനകത്തെ കാര്യമെന്ന് നമ്മുടെ ഗീതു പറഞ്ഞപ്പോൾ അവർണിക്ക് ഇനി എന്തൊക്കെയാണ് പറയുന്നതെന്ന് ചോദിച്ചു. ഗീതു എന്താന്ന് ചോദിക്കുക പോലും ചെയ്യാതെ ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞില്ലേ അവൻ. അതിൻ്റെ അർത്ഥം എന്താ ഗീതു, അതിൻ്റെ അർത്ഥം നീ ഒന്ന് പറഞ്ഞേ എന്നൊക്കെ പറയണം. ഞാനെന്ന ശല്യത്തെ അവൻ ഒഴിവാക്കണം, അത്രയല്ലേ ഉള്ളൂ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ അയ്യോ അങ്ങനെയൊന്നും നീ ചിന്തിക്കരുതെന്ന് പറഞ്ഞു. ഗോവിൻ സാറായിരുന്നെങ്കിൽ ഇങ്ങനെ തിരക്ക് ഭാവിച്ച് ഗീതാഞ്ജലിയുടെ കോള് കട്ട് ചെയ്യുമായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഗീതു ഇങ്ങനെ ആകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുക. ഞാൻ കേട്ടതല്ലേ ഗീതാഞ്ജലി വിളിച്ച് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞപ്പം ആ ശബ്ദത്തിൻ്റെ വെപ്രാളം. അപ്പം അതൊക്കെ കേട്ടപ്പോൾ ഗീതുവിൻ്റെ മുഖവും വല്ലാതെയായി. സ്നേഹമുള്ളവരെ അങ്ങനെയാ, അവൻ അത്രയ്ക്ക് തിരക്കുള്ളത് കൊണ്ടായിരിക്കും മോളെ എന്ന് അമ്മ മകനെ ന്യായീകരിക്കുമ്പോൾ അമ്മ ന്യായീകരിക്കാൻ എൻ്റെ മുന്നിൽ നിന്നൊന്നും പറയണ്ട. ഈ നിൽക്കുന്ന ഗീതാഞ്ജലി ഏജിയം ഗ്രൂപ്പിൻ്റെ വൈസ് ചെയർമാനാണ്. എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും എനിക്ക് വേണ്ടി സമയം ചെലവഴിച്ചതും ഇവരാ. അവർക്കില്ലാത്ത തിരക്കെന്താ അവിടുത്തെ വേറും ശമ്പളക്കാരനായ അമ്മയുടെ മോന് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവർണിക്ക് അവിടെ നിന്ന് കരയും കേട്ടോ. എന്നിട്ട് അവർണിക്ക് ഗീതു കുറേ സമാധാനിപ്പിച്ചു. എന്തായാലും ഇതൊട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ലെന്നും പറഞ്ഞ് അവിടെ നിന്ന് അകത്തേക്ക് കയറിപ്പോയി അവർണിക. ഈ സമയത്ത് ഗീതു അമ്മയെയും മോളെയും ഇങ്ങനെ നോക്കി ദഹിപ്പിച്ചിട്ടങ്ങ് ചെന്നിട്ട് സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ആത്മാർത്ഥതയുള്ള ഒരു പെണ്ണാണ് അവൾ.
പണത്തിന് വേണ്ടി മാത്രം ആർത്തി പിടിച്ച് നടക്കുന്ന അമ്മയുടെ മോനോടൊന്ന് പറയണം, അവർണികയുടെ സന്തോഷം കെടുത്തി കളയരുതെന്ന്. അപ്പോഴേക്കും ശ്രീജയൊക്കെ ഷോ എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അത്രയും പറഞ്ഞിട്ട് നമ്മുടെ ഗീത അവിടെ നിന്ന് ഈ കൊണ്ടുവന്ന സാധനം ഇവരുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് അങ്ങ് പോയി. എനിക്ക് ഒരേ ഒരു പ്രാർത്ഥനയുള്ളൂ, അവന് ജനിക്കുന്നത് ഒരു പെൺകുഞ്ഞാകരുതേ എന്ന്, അല്ലെങ്കിൽ പണത്തിന് വേണ്ടി അവൻ ആ പെൺകുഞ്ഞിനെയും. അപ്പം ഗീതു എന്ന് ശ്രീജ വിളിച്ചപ്പോൾ അവൻ അതിനും മടിക്കില്ലടി. അതുകൊണ്ട് ഒരാൺകുഞ്ഞ് പിറക്കട്ടെ, അവൻ്റെ വൃത്തികെട്ട സ്വഭാവങ്ങളൊന്നും ഇല്ലാത്ത ഒരാൺകുഞ്ഞ് പിറക്കട്ടെ എന്ന് ഗീതു അമ്മയോടും പെങ്ങളോടും പറഞ്ഞ് ഈ സാധനങ്ങളും കയ്യിൽ കൊടുത്ത് അവിടെ നിന്ന് പോരുന്നു. ഗീതു അങ്ങ് പോന്നു. അതിനുശേഷം അവിടെ എല്ലാവരെയും അറക്കൽ തറവാട്ടിൽ വിളിച്ചു കൂട്ടി. അപ്പോൾ രേഖയോട് പ്രിയ വന്നിട്ട് ചോദിച്ചു, എന്താ ചേച്ചി പ്രശ്നം? അപ്പോൾ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക രേഖ. അപ്പോഴേക്കും അവിടെ രാധിക ഇവരെല്ലാവരും ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഗോവിന്ദൻ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നു. പിന്നെ എല്ലാവരുടെയും നെഞ്ചിരിപ്പ് കൂടി. AGM-IT സൊല്യൂഷൻ്റെ സെക്ഷൻ ഇനോഗ്രേഷൻ ഉടനെ നടത്തണമെന്നും എല്ലാ ഫർണിഷിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിയ കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ? അതേക്കുറിച്ച് ചിലത് ചോദിച്ചറിയാനാണ് നിങ്ങളോട് വരാൻ പറഞ്ഞത് എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ ഗോവിന്ദൻ പറഞ്ഞപ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ ഇട്ട് കാണിക്കുക. എല്ലാവർക്കും പേടിയായി, പ്രത്യേകിച്ച് വരുണിന് ഭയങ്കര പേടിയായി. എന്താ സംഭവം, മൊത്തത്തിൽ പെട്ടുപോയോ എന്ന് രാധിക ചിന്തിക്കുക. എന്തോ ഒന്നുണ്ടെന്ന് രാധിക്ക് മനസ്സിലായി. പുതിയ ബിൽഡിങ്ങിൻ്റെ ഫർണിഷിങ്ങിന് ടോട്ടൽ കോസ്റ്റ് എത്രയാണ് എന്ന് വിനോദിനോട് ചോദിക്കുന്നു നമ്മുടെ ഗോവിന്ദൻ. അപ്പോഴേക്കും വരുണിരുന്ന് ഞെട്ടാൻ തുടങ്ങി. അതിൻ്റെ ഫയലുകളൊന്നും എൻ്റെ ടേബിളിൽ വന്നിട്ടില്ല എന്ന് പറഞ്ഞു വിനോദ്. അതുമായി ബന്ധപ്പെട്ട ഫയലുകളൊന്നും വിനോദ് കണ്ടിട്ടില്ല എന്ന് ചോദിച്ചപ്പം ഇല്ല എന്ന് വിനോദ് പറഞ്ഞു. അപ്പോഴേക്കും ഇങ്ങനെ പേടിച്ച് നിൽക്കുക വരുൺ. ആ സമയത്ത് രാധികയ്ക്കാണെങ്കിൽ ടെൻഷൻ ആവുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ഇനി ഇത് മാറ്റി പറയരുത് എന്ന് പറഞ്ഞു ഈ സമയം നമ്മുടെ ഗോവിന്ദൻ. അപ്പോൾ എന്തോ ഫിനാൻഷ്യൽ ഇഷ്യൂ ആണെന്ന് രേഖ പതുക്കെ വന്ന് പ്രിയയോട് പറയണം. അതിനുശേഷം നേരെ സുവർണയുടെ അടുത്തേക്ക് ചെന്നു. സുവർണയ്ക്ക് അടുത്ത് ചെന്നിട്ട് എത്രയാണ് അതിൻ്റെ ചിലവ് എന്നിങ്ങനെ ചോദിച്ചപ്പം സുവർണ ഇങ്ങനെ പപ്പ അടിക്കുക കേട്ടോ. വരുണാണെങ്കിൽ ടെൻഷൻ അടിക്കാൻ തുടങ്ങി. അപ്പോൾ പറഞ്ഞോളൂ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പം 1 കോടി രൂപ എന്നിങ്ങനെ പറഞ്ഞപ്പം ടോട്ടൽ എമൗണ്ട് 1 കോടിയാണ് എന്ന് ഉറപ്പാണോ എന്ന് ചോദിച്ചപ്പോൾ വരുണിൻ്റെ നേരെ നോക്കുവാണ് സുവർണ. അപ്പോഴേക്കും വരുൺ ഇങ്ങനെ പേടിച്ചു. വരുൺ ഞെട്ടി വിറച്ചിങ്ങനെ നിൽക്കുവാണ്. രാധികയ്ക്കൊന്നും മനസ്സിലാകുന്നില്ല. രാധികയും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കുക. 75 ലക്ഷം രൂപയായിരുന്നു അവർ ആദ്യം പറഞ്ഞത്. പിന്നെ 2 ഓഫീസ് റൂം കൂടി അധികം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ 1 കോടി കൊടുക്കേണ്ടി വന്നു എന്ന് സുവർണ പറഞ്ഞു. കണക്കിൽ 1 കോടി ഓക്കെ. പക്ഷെ അവർക്ക് കൊടുത്തത് 75 ലക്ഷം രൂപയാണെന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ ഇത് കേട്ട് ഞെട്ടി നിൽക്കുവാണ് നമ്മുടെ രാധിക. വരുൺ അതിനേക്കാൾ ഉച്ചത്തിൽ ഞെട്ടി നിൽക്കുന്നു എന്ന്. അങ്ങനെ കണ്ണൻ എല്ലാ കള്ളത്തരങ്ങളും കണ്ടുപിടിച്ച് അവിടുത്തെ നടന്ന കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. അപ്പം അങ്ങനെ ഒരു ക്രമക്കേട് നടന്നിട്ടുണ്ടെങ്കിൽ അത് ആരാണെന്ന് സുവർണ പറയണമെന്ന് അജാസ് പറഞ്ഞു. ഇവിടെ ആരെയും രക്ഷിക്കാനുള്ള ശ്രമങ്ങളൊന്നും വേണ്ടെന്ന് പറഞ്ഞപ്പോൾ സുവർണ, 1 കോടിയുടെ ബിസിനസ്സിൽ 25 ലക്ഷം രൂപ തട്ടിയെടുത്തത് ആരാണെങ്കിലും മാപ്പർഹിക്കുന്ന തെറ്റല്ല. ആരാണ് നമ്മുടെ കമ്പനിയെ ചതിച്ചത് എന്ന് രാധിക ചോദിച്ചു. ഇത് കേട്ടപ്പോഴേക്കും നമ്മുടെ വരുൺ പേടിച്ചിങ്ങനെ നിൽക്കുക. വരുണിൻ്റെ പേര് പുറത്ത് വന്നാൽ തീർന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും നോക്കുക കേട്ടോ. 25 ലക്ഷം രൂപ എത്തിയ അക്കൗണ്ട് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഗോവിന്ദൻ പറഞ്ഞു. അപ്പോഴേക്കും വരുൺ ഇങ്ങനെ ഞെട്ടി. രാധിക അതിനേക്കാൾ ഒച്ചത്തിൽ ഞെട്ടി. ഇങ്ങനെ എല്ലാവരും പേടിച്ച് വിറച്ചിങ്ങനെ നിൽക്കുക കേട്ടോ. ഫർണിഷിങ്ങിൻ്റെ ഫയലുകൾ കണ്ടില്ല എന്ന് പറഞ്ഞ വിനോദാണ് ആ ബില്ല് സൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞപ്പോഴേക്കും വിനോദും ഞെട്ടി. വിനോദിൻ പെട്ടു എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴേക്കും പ്രിയ, അപ്പോൾ വിനോദാണോ ആ പണം മാറ്റിയതെന്ന് ചോദിച്ചു. അയ്യോ നീയാണോ മാറ്റിയതെന്നൊക്കെ ചോദിച്ചപ്പോൾ പ്രിയ, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് വിനോദ്. നീയാണ് ആ തട്ടിപ്പ് നടത്തിയതെങ്കിൽ പിന്നെ നിന്നോടൊപ്പം ഞാൻ ജീവിക്കില്ലെന്ന് വിനോദിനോട് പറയുന്ന പ്രിയയോട്, പ്രിയ ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു. അറിയാതെയാണ് നീ ഒപ്പിട്ട് കൊടുത്തോന്ന് ചോദിച്ചു. വരുണേട്ടൻ പറഞ്ഞ പേപ്പറിലൊക്കെ ഞാൻ ഒപ്പിട്ട് കൊടുത്തിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിനോദ് ഇങ്ങനെ പറഞ്ഞപ്പോൾ രാധികയുടെ ഗ്യാസ് മൊത്തത്തിൽ പോയി. അപ്പോൾ കോടികൾ കടത്തിയ നമ്മുടെ എന്താ പറയുന്നത് ലക്ഷങ്ങൾ അടിച്ചു മാറ്റിയ വരുൺ പെട്ടു. അപ്പോൾ വരുണേട്ടൻ പറയുന്നിടത്ത് ഒപ്പിടലാണോ നിൻ്റെ പണി എന്ന് പ്രിയ ചോദിക്കുകയാണ് വിനോദിനോട്. ഗോവിന്ദേട്ട, ഈ കാര്യത്തെക്കുറിച്ച് എനിക്ക് വേറെ ഒന്നും അറിയില്ല. അതിനെക്കുറിച്ചുള്ള അക്കൗണ്ട്സ് എല്ലാം ഈ സുവർണയാണ് നോക്കിയത്. എന്താ സംഭവിച്ചതെന്ന് സുവർണയ്ക്ക് അറിയാമെന്നുള്ള കാര്യം വിനോദും പറഞ്ഞു. സുവർണയും പെട്ടു. 2 എണ്ണം പെട്ടു. ഇങ്ങനെ നിൽക്കുമ്പോൾ എല്ലാം കയ്യിൽ നിന്ന് പോയല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അമ്മ മകനെ ഒരു നോട്ടമങ്ങ് നോക്കി. മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയി. മൊത്തത്തിൽ പൊളിഞ്ഞെന്ന് രാധികയ്ക്ക് മനസ്സിലായി. ഇനി രാധിക എന്ത് ചെയ്യും എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് ഇന്നത്തെ കഥ എത്തി നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും കാണണം. ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥമേ കാണുന്നത് വരെ എല്ലാവർക്കും